ഹലോ, ഓൺലൈനിലായിട്ട് ഇറങ്ങുന്ന ഷോപ്പ് ഓണേഴ്സ് ആദ്യമായിട്ട് ഓൺലൈനിലായിട്ട് ഇറങ്ങിയാണ്. നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്. നിങ്ങൾക്ക് ലാഭകരമായിട്ട് ആ ഓൺലൈൻ ബിസിനസ് റൺ ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്, ഓൺലൈനിലേക്ക് ഇറങ്ങിയ ഓൺലൈനിൽ നിന്നും സെയിൽ വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തരക്കേടില്ലാത്ത ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് ഓൺലൈനിൽ സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പിനകത്ത് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ് അത് നോക്കിയിട്ട് അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്, ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കുറഞ്ഞ വില കാണിച്ച് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ കുറഞ്ഞ വിലയുള്ള പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കാണുമ്പോൾ വിലക്കുറവാണല്ലോ എന്ന് കരുതി കുറേ കസ്റ്റമേഴ്സ് വരുമല്ലോ, ഈ ഒരു ലോജിക്ക് തലേന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾ ലാഭം ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ലാഭം തരുന്ന പ്രൊഡക്റ്റ് ഏതാണ് അതിൽ തുടങ്ങാം. അതല്ലാതെ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് ഏതാണോ വിൽക്കാൻ പറ്റുന്നത് അതിലല്ല തുടങ്ങേണ്ടത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലാഭകരമായിട്ട് ആ ഓൺലൈനിൽ ഷോപ്പ് ഉള്ളതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിന്ന് സെയിൽ വരുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. അതെല്ലാം ലാഭത്തിലാണല്ലോ പോകുന്നത് എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ് കേട്ടോ. അത് ഏറ്റവും കുറഞ്ഞ വിലയുടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്, ഇത് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുന്നതാണ്. ചുമ്മാ എന്തെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഇരുന്ന് പറയുന്നതല്ല. ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് വരുത്തുന്ന മിസ്റ്റേക്കാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വീണ്ടും വിൽക്കാനായിട്ട് നോക്കാം. എപ്പോഴും പുതിയ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നമുക്കൊരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. ഇനി സാധിച്ചാൽ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ, അതായത് ഷോപ്പിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടി. അങ്ങനെ കസ്റ്റമേഴ്സിനെ കിട്ടാൻ നേരത്ത് ഓൺലൈനിൽ അവർ നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അവരെ വീണ്ടും കസ്റ്റമർ ആക്കാനായിട്ട് നോക്കുക. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു നിധിയാണ്, നമ്മുടെ കാഴ്ചപ്പാട്ടിൽ തന്നെയുള്ള ഒരു നിധിയാണ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അങ്ങ് കുഴിച്ച് കഴിഞ്ഞാൽ നിധി കിട്ടും. അല്ലാതെ മാപ്പൊക്കെ നോക്കി മല കയറി പോകേണ്ട കാര്യമൊന്നുമില്ല. മല കയറി പോകാമെന്ന് പറഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വീണ്ടും വിൽക്കാനായിട്ട് നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക, ലിങ്ക് അയച്ചു കൊടുത്ത്. അതുപോലെ തന്നെ കസ്റ്റമറോട് നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുക. അതായത് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമറുടെ അടുത്ത് പറയാം, ഞങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുക. എല്ലാവരും സേവ് ചെയ്ത് വെക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് തന്ന് അവർ പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങളും കസ്റ്റമറുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോഴോ, പുതിയ കളർ ചേഞ്ച് വരുമ്പോഴോ, പുതിയ ഡിസൈൻ വരുമ്പോഴോ, എന്താണോ നിങ്ങൾക്ക് കസ്റ്റമർക്ക് വിൽക്കാനുള്ളത് നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്ത്, അതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ അധിക സമയം ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു സെയിൽ വരുന്നു, അവരത് വാങ്ങിക്കുന്നു, പിന്നെ പുതിയ ആളുടെ പുറകെ പൊക്കോ. അതോടൊപ്പം തന്നെ നിലവിലുള്ളവർക്കും ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇത് പല ഷോപ്പ് ഓണേഴ്സും ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഓൺലൈനിൽ പരസ്യം കൊടുക്കാൻ നേരത്ത് ഷോപ്പിലുള്ള മുഴുവൻ സാധനങ്ങളുടെ പരസ്യം കൂട്ടിയടിച്ച് ഒറ്റ വീഡിയോയിലും ഒറ്റ പോസ്റ്ററിൽ കൊടുക്കാതിരിക്കുക. ഇതൊരു അബദ്ധമാണ്, പലരും ചെയ്യുന്നത് കാണാം. അതായത് നിങ്ങളുടെ ഷോപ്പ് ഇപ്പോൾ ഒരു ഫാൻസി ഷോപ്പാണെന്നിരിക്കട്ടെ. ഫാൻസി ഷോപ്പിൽ പല കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കുറച്ച് ടോയ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് പെർഫ്യൂം ഉണ്ടായിരിക്കും, കുറച്ച് ലേഡീസ് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയടിച്ച് ഇന്ന ABC ഫാൻസി സ്റ്റോർ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പരസ്യം കൊടുക്കരുത്. പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ പരസ്യമെല്ലാം. ഒരു സ്പെസിഫിക് നീഷ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാറ്റഗറി ബേസ്ഡ് ആയിരിക്കണം. ജ്വല്ലറി ഐറ്റംസ് ആണ് നിങ്ങൾ, ഇമിറ്റേഷൻ ജ്വല്ലറിയാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ആ ഒരു കാറ്റഗറിയുടെ പരസ്യമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേറെയും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് കരുതി ഒറ്റയടിക്ക് ഒറ്റ പോസ്റ്ററിൽ എല്ലാം കൂടി കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്വല്ലറി ഇഷ്ടപ്പെടുന്നവർ, ഇമിറ്റേഷൻ ജ്വല്ലറി ഇഷ്ടപ്പെടുന്നവർ, അവർ വന്ന് നോക്കാൻ നേരത്ത് വേണ്ടത്ര കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ മടങ്ങിപ്പോകും. ഇനി അതേസമയം നിങ്ങൾ ഈ രണ്ടും കൂടി ഒരുമിച്ചാണ് കൊടുത്തത്. പെർഫ്യൂം വന്ന് നോക്കാൻ നേരത്ത് അത് ഇഷ്ടപ്പെടാത്തവർ അവർ മടങ്ങിപ്പോകും. ചിലപ്പോൾ കുറച്ച് ടോയ്സ് ഇരിക്കുന്നുണ്ടാവും, ആ ടോയ്സ് ഇഷ്ടപ്പെടുന്നവർ, കുട്ടികളുള്ളവർ, അവർ വന്ന് നോക്കാൻ നേരത്ത് വേണ്ടത്ര കളക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർ മടങ്ങിപ്പോകും. അതായത് പറയുമ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങളുടെ അടുത്തുണ്ട്, എന്നാൽ ആരെയും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്കെ കൂടി കൂട്ടിയടച്ച് പരസ്യം ചെയ്യാൻ നോക്കുന്നതിൻ്റെ പ്രശ്നമാണ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം വർക്കാവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് ബേസ്ഡ് അൽഗോരിതം എന്ന് പറയും. അതായത് നമ്മളുടെ റീസെൻറ്റ് ഇൻട്രസ്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകളെ പരസ്യം കാണിക്കുന്നത്.
ഇപ്പോൾ നിങ്ങളുടെ ഫാൻസി ഷോപ്പാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനും പല പല കാറ്റഗറിയിലുള്ളവരെ ആയിരിക്കും നിങ്ങൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഗോരിതത്തിന് കൺഫ്യൂഷൻ ആവും. ഇതിപ്പോൾ ആരെയാണ് കാണിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇത് അപകടമാണ്. ഇത് നമ്മളുടെ പരസ്യത്തിൻ്റെ കോസ്റ്റ് പെർ ലീഡെല്ലാം കൂട്ടാനായിട്ട് കാരണമായിട്ട് മാറും. അപ്പോൾ എപ്പോഴും ഒരൊറ്റ കാറ്റഗറി നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ പരസ്യം ചെയ്യേണ്ടത്. ടോയ്സ് ആണെങ്കിൽ ടോയ്സിൻ്റെ മാത്രം, ഇനി ടോയ്സിൻ്റെ അകത്ത് തന്നെ ഒരു കാറുകളുടെ മോഡലാണെങ്കിൽ അതിൻ്റെ മാത്രമായിട്ട് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ ക്ലോത്തിങ് ഷോപ്പാണെങ്കിൽ നിങ്ങൾ ജീൻസ് ആണെങ്കിൽ ജീൻസിൻ്റെ മാത്രമായിട്ട് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന് കോമ്പിനേഷൻ ആണെങ്കിൽ ആ കോമ്പിനേഷൻ പോലെ മാത്രം ചെയ്യാം. സാരി ആണെങ്കിൽ സാരീനെ മാത്രം, സാരിയും ചുരിദാറും കൂടി മിക്സ് ആക്കാനായിട്ട് നോക്കരുത്, സാരിയുടെ മാത്രം. അതാണ് സ്പെസിഫിക് കാറ്റഗറി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പരസ്യം ചെയ്യണം. കാരണം സാരി ഇഷ്ടപ്പെടുന്നവരല്ല ചുരിദാർ ഇഷ്ടപ്പെടുന്നത്, രണ്ടും രണ്ട് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇത് ഒറ്റ പരസ്യത്തിൽ നിങ്ങൾ വിടാതെ എപ്പോഴും ഒരു ഫോക്കസ്ഡ് ആയിരിക്കണം പരസ്യങ്ങളെല്ലാം. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ചിന്തിക്കുന്നത്, അവരുടെ തലയിലൂടെ പോകുന്നത്, എന്തിനധികം നമ്മളുടെ തലയിലൂടെ പോകുന്നത് തന്നെ ഇതിലെനിക്കെന്തുണ്ട് എന്ന് നോക്കിയിട്ടാണ്, എനിക്കിതിലെന്താണ് ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് ഓരോ ആളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ നേരത്തെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതിനകത്ത് എനിക്ക് എന്താണുള്ളത്. ഒരു പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അവിടെ സ്ക്രോൾ ചെയ്യും. ഇന്ന സ്ഥലത്ത് ഇന്ന ജംഗ്ഷനിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ആക്സിഡൻറ്റ്. ഈ കേരളത്തിൽ ഒരുപാട് ജംഗ്ഷനുകളിൽ വൈകുന്നേരങ്ങളിൽ ആക്സിഡൻറ്റ് നടക്കാറുണ്ട്, പക്ഷെ നമ്മളതൊന്നും ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ ഇന്ന സ്ഥലത്ത് നടന്നു എന്ന് പറയാൻ നേരത്ത്, കാരണം അത് ഞാനുമായി റിലേറ്റഡ് ആണ്, കാരണം എൻ്റെ വീട് അവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം അവിടെയാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇന്നലെ എപ്പോഴായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് ഇതിലെനിക്കെന്തുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഓരോ കസ്റ്റമേഴ്സും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് പോകുന്നത്, സോഷ്യൽ മീഡിയയുടെ വ്യൂവേഴ്സ്. അപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. സാരി ആണെങ്കിൽ സാരി മാത്രം, ടോയ്സ് ആണെങ്കിൽ ടോയ്സ് മാത്രം. അപ്പോൾ ആ സ്പെസിഫിക് എന്താണോ, പെർഫ്യൂമാണെങ്കിൽ പെർഫ്യൂമിൻ്റെ മാത്രം. ചിലർ മൊബൈൽ ഷോപ്പും പെർഫ്യൂമും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെയും പെർഫ്യൂമിൻ്റെയും കൂടി ഒറ്റ വീഡിയോയിൽ അല്ലെങ്കിൽ ഒറ്റ പോസ്റ്ററിലായിട്ട് പരസ്യം വലിയ അബദ്ധമാണ്, ചെയ്യാതിരിക്കുക. അതൊരു നല്ല മാർക്കറ്റിംഗ് രീതിയല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോളജിക്ക് എതിരായതുകൊണ്ടാണ്, ഈ കൺസ്യൂമർ സൈക്കോളജിക്ക് എതിരായതുകൊണ്ടാണ്. കാരണം ഓരോ കസ്റ്റമറും എനിക്കെന്തുണ്ടെന്ന് കരുതിയിട്ടാണ് അവർ പോകുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളെല്ലാ ആക്സിഡൻറ്റ് വീഡിയോസും നിങ്ങൾ കാണാറില്ല, നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, റിലേറ്റഡ് ആയിട്ടാണ് കാണുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാർത്ത വരികയാണെങ്കിൽ നമ്മളുടെ ഷോപ്പുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വാർത്തയാണെങ്കിൽ, ഷോപ്പ് ഓണേഴ്സിനെ ബാധിക്കുന്ന വാർത്തയാണെങ്കിൽ, അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ആവും. അല്ലെങ്കിൽ +2 റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കാം, +2 പഠിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ സ്റ്റോപ്പ് ആവുന്നത്. ഇതേ കൺസ്യൂമർ സൈക്കോളജി തന്നെയാണ് നമ്മുടെ കസ്റ്റമറുടെ തലയിലും വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ എല്ലാം കൂടിയും കൂട്ടിയടിച്ച് പരസ്യം ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആവും. അത് ചെയ്യാതിരിക്കുക. ഇത് ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, പരസ്യം ചെയ്യാൻ നേരത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയുടെ മാത്രം എടുത്ത് ചെയ്യുക. അപ്പോൾ മൊബൈൽ ഷോപ്പും പെർഫ്യൂമും ഉള്ളവർ പെർഫ്യൂമിനെ മാത്രം ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, മൊബൈൽ ഷോപ്പിൻ്റെ മൊബൈൽ ആക്സസറീസ് ആ പ്രൊഡക്റ്റിൻ്റെ സെപ്പറേറ്റ് പരസ്യം വേറെ കൊടുക്കണം, പെർഫ്യൂമിൻ്റെ സെപ്പറേറ്റ് പരസ്യം വേറെ കൊടുക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഓൺലൈനിൽ ഇറങ്ങാൻ നേരത്തെ ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം പിടിച്ചിട്ട് സെയിലൊക്കെ വരുമ്പോൾ പതുക്കെ പുതിയ കാറ്റഗറികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നിൽ തന്നെ നിൽക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. കുഴയ്ക്കാതിരിക്കുക എന്നാണ് ഉദ്ദേശം ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാഭമുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തിട്ട് തുടങ്ങാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ മൊബൈൽ ഷോപ്പുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ആക്സസറീസ്, ഇപ്പോൾ സാംസങ്ങിൻ്റെ S സീരീസ്, ഐഫോൺ, അതിൻ്റെയൊക്കെ സെല്ല് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം അതിൽ തരക്കേടില്ലാത്ത ലാഭം കിട്ടും. പ്രീമിയം ഫോണുകളുടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 100 രൂപ 50 രൂപ ആ ഒരു റേഞ്ചിലേക്ക് പോകാതെ കുറച്ച് വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നത്, കൊറിയർ ചാർജും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് തരക്കേടില്ലാത്ത ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ തുടക്കത്തിൽ ഓൺലൈനിലേക്ക് ഇറങ്ങാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലാഭത്തിൽ എങ്ങനെ സെല്ല് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഇവിടെ യൂട്യൂബിലെല്ലാം ഒരുപാട് പേര് വീഡിയോസ് ഇടാറുണ്ട്, പല കഥകൾ പറഞ്ഞുകൊണ്ട്. നമുക്ക് കഥകൾ കേട്ടിട്ട് കാര്യമില്ല. കുറേ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീഡിയോസ് ഇടാറുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. പ്രാക്ടിക്കലി ഇത് എങ്ങനെ റൺ ചെയ്യാമെന്ന് പ്രോഫിറ്റബിളായിട്ട് ഒരു ഐറ്റം സെല്ല് ചെയ്ത് പോകാൻ നേരത്ത് ആ സെല്ല് ചെയ്യുന്ന ബിസിനസ് ഓണർക്ക്, ഷോപ്പ് ഓണർക്ക് ലാഭം വേണം. വെറുതെ സെയിൽ വന്നിട്ട് കാര്യമില്ല. സെയിലിങ്ങനെ കുമിഞ്ഞുകൂടിയോണ്ട് യാതൊരു കാര്യമില്ല. അതിൽ ലാഭം ഇല്ലെങ്കിൽ ഓരോ സെയിലും നഷ്ടത്തിലാണ്. ഓരോ സെയിൽ നടക്കുമ്പോഴും നമ്മളുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ആവരുത് ആ പ്രവൃത്തി.
പോക്കറ്റിലേക്ക് കാശ് വരുന്ന രീതിയിലായിരിക്കണം. അതാണ് ലാഭകരമായിട്ട്. ചില ബേസിക് റൂൾസ് എന്താണെന്നറിയില്ല, ചില ഷോപ്പ് ഓണേഴ്സ് മറന്നു പോകാറുണ്ട്. അത് മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോഴും ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് എങ്ങനെ പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. ഷോപ്പ് ഓണേഴ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.